പേരാമ്പ്രയിലെ അനു എന്ന യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കൊണ്ടോടിക്കാരൻ മുജീബ് റഹ്മാൻ കൊടും ക്രിമിനലാണെന്ന് വ്യക്തമായിട്ടും നിരീക്ഷിക്കാതിരുന്നത് പോലീസ് വീഴ്ചയാണ്. അനുവിനെ പട്ടാപകലാണ് ഇയാൾ ജനവാസ മേഖലയിൽ വെച്ച് കൊലപ്പെടുത്തിയത്. മുജീബ് റഹ്മാൻ കൊലയ്ക്ക് മുമ്പ് പലതവണ പ്രദേശത്ത് കറങ്ങുകയും ചെയ്തു. ഇതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സ്ത്രീകളെ വാഹനത്തിൽ കയറ്റി ബോധം കെടുത്തി ആഭരണങ്ങൾ കവരുന്ന രീതിയാണ് ഇയാൾ പിന്തുടർന്നത്. കൊടും ക്രിമിനലായ മുജീബ് റഹ്മാനെ കൃത്യമായി നിരീക്ഷിക്കുന്നതിൽ പോലീസിന് പറ്റിയ വീഴ്ചയാണ് നൊച്ചാട് നടന്ന കൊലപാതകത്തിന് മുഖ്യ കാരണമെന്നാണ് ആക്ഷേപം. വിവിധ ജില്ലകളിൽ ഉൾപ്പെടെ 60ഓളം കേസുകളിൽ ഉൾപ്പെട്ട കൊടും ക്രൂരനായ ക്രിമിനലുകളെ എങ്ങനെ നിരീക്ഷിക്കണമെന്ന് പോലീസ് ചട്ടങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഈ കേസിൽ പോലീസ് കാണിച്ചത് ഗുരുതരമായ വീഴ്ചയാണ്. മോഷണം, പിടിച്ചുപറി എന്നിവയ്ക്കൊപ്പം സ്ത്രീകളെ തന്ത്രപൂർവ്വം വാഹനത്തിൽ കയറ്റി ആക്രമിച്ച് ബോധം കെടുത്തി ബലാത്സംഗം ചെയ്യുകയും സ്വർണം കവരുകയുമായിരുന്നു പ്രതി പിന്തുടർന്ന രീതി. 2020 ഓമശ്ശേരിയിൽ വയോധികയെ തന്ത്രപൂർവ്വം മോഷ്ടിച്ച ഓട്ടോയിൽ കയറ്റിയ പ്രതി ഓട്ടോയുടെ കമ്പിയിൽ തലയിടിപ്പിച്ച് ബോധരഹിതയാക്കിയാണ് കെട്ടിയിട്ട് പീഡിപ്പിച്ചത്. പേരാമ്പ്ര സംഭവത്തിൽ അനുവിനെ തലക്കടിച്ച് ബോധം കെടുത്തിയാണ് വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തിയത്. വയനാട്ടിലും ഏറെക്കുറെ സമാനമായ കുറ്റകൃത്യം നടത്തിയെന്ന് സൂചനയുണ്ട്. കൊലപാതകം നടത്തിയ അതേ റോഡിലാണ് സംഭവ ദിവസം മുജീബ് പലതവണ കടന്നുപോയിട്ടുള്ളത്. മോഷണമായിരുന്നു അന്ന് മുജീബിന്റെ ലക്ഷ്യമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇര തേടി കാത്തിരിക്കവെയാണ് അവിചാരിതമായി അനു മുന്നിലെത്തുന്നത്. കൊടും ക്രിമിനലാണ് എന്നറിയാതെ ബൈക്കിൽ കയറിയതോടെ മുജീബിലെ മോഷ്ടാവ് ഉണർന്നു. പ്രദേശത്ത് ഇയാൾ ചുറ്റിത്തിരിഞ്ഞത് മോഷണമോ പിടിച്ചുപറിയോ നടത്താനായിരിക്കണം ആളില്ലാത്ത ഇടറോഡ് പിടിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. മട്ടന്നൂരിൽ നിന്നും പേരാമ്പ്ര വഴി മലപ്പുറത്തേക്ക് മോഷ്ടിച്ച ബൈക്കിൽ വരികയായിരുന്ന പ്രതി പ്രധാന റോഡിൽ നിന്നും അധികം ആരും സഞ്ചരിക്കാത്ത ഇടറോഡിലൂടെ കയറി. വലിയ വാഹനങ്ങൾ പോകാത്ത മുളിയങ്ങൾ വാളൂർ അമ്പലം റോഡിൽ 3 തവണ പ്രതി കറങ്ങി. രാവിലെ 9 മണിക്ക് ശേഷമായിരുന്നു ഇത്. ഇതിനിടയിലാണ് ധൃതിയിൽ നടന്നുവരുന്ന യുവതിയെ കണ്ടത്. യുവതിയെ ബൈക്കിൽ കയറ്റുന്നതിനും കൃത്യം നടത്തുന്നതിനും ആഭരണങ്ങൾ ഊരാനും രക്ഷപ്പെടാനുമായി 10 മിനിറ്റ് സമയം മാത്രമാണ് പ്രതി എടുത്തത്. അനുവിനെ കൊന്ന് തോട്ടിൽ താഴ്ത്തി ആഭരണങ്ങൾ കവർന്ന് സ്ഥലത്തുനിന്ന് രക്ഷപ്പെടാൻ മുജീബ് ആകെ എടുത്തത് 10 മിനിറ്റ് മാത്രമാണെന്നും മുജീബ് എന്ന ക്രിമിനൽ എത്രമാത്രം അപകടകാരിയാണെന്നത് തുറന്നു കാണിക്കുന്നു. കൃത്യത്തിന് ശേഷം ഹെൽമറ്റ് ധരിച്ച് 10 മണിയോടെ ഉള്ളിയേരി ഭാഗത്തേക്ക് തിരിച്ചു. എടവണ്ണപ്പാറയിൽ എത്തുന്നതിനിടെ ഒരിക്കൽ പോലും ഹെൽമറ്റ് ഊരിയില്ല. മോഷണക്കേസിൽ ഇക്കഴിഞ്ഞ ജനുവരിയിൽ ജയിലിൽ നിന്നും ഇറങ്ങിയ പ്രതി ഒറ്റയ്ക്ക് കുറ്റകൃത്യം നടത്തുന്ന ശീലമുള്ള ആളാണ്. ഈ രീതിയും CCTV ദൃശ്യങ്ങളും മലപ്പുറത്തെത്തിയപ്പോൾ മൊബൈൽ ഫോൺ ഓണാക്കിയതുമാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത്. മുജീബ് റഹ്മാൻ വിവാദമായ മുത്തേരി ബലാത്സംഗ കേസിലെ 1ാം പ്രതിയാണെന്നതും നടക്കുന്ന വാർത്തയാണ്. കുപ്രസിദ്ധ വാഹനമോഷ്ടാവ് വീരപ്പൻ റഹീമിന്റെ അനുയായിയായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നിട്ടും ഇയാൾ എങ്ങനെയാണ് സ്വതന്ത്രനായി ചുറ്റിത്തിരിഞ്ഞത് എന്നതാണ് നടക്കുന്ന കാര്യം. 2020 സെപ്റ്റംബറിലാണ് മുത്തേരി ബലാത്സംഗ കേസ് നടക്കുന്നത്. അനുവിൻ്റേതിന് സമാനമായ കേസ് ആയതിനാലാണ് പോലീസിന് ഇക്കാര്യം പെട്ടെന്ന് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കാനായത്. കോഴിക്കോട് മുത്തേരിയിൽ ജോലിക്ക് പോവുകയായിരുന്ന വയോധികയെ മോഷ്ടിച്ച ഓട്ടോയിലെത്തി അതിൽ കയറ്റി കൈകാലുകൾ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത് കവർച്ച നടത്തിയെന്നതായിരുന്നു കേസ്. മുത്തേരി കേസാണ് സത്യത്തിൽ അനുവിന്റെ കൊലപാതകത്തിൽ മുജീബ് പിടിക്കപ്പെടുന്നതിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. മുജീബ് മുമ്പും പല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുള്ള ക്രിമിനൽ ആണെന്ന വിവരം നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് വെറുമൊരു ക്രിമിനൽ മാത്രമല്ല, കൊടും കുറ്റവാളിയാണ് മുജീബ് എന്നാണ് മനസ്സിലാകുന്നത്. കുപ്രസിദ്ധ വാഹനമോഷ്ടാവ് വീരപ്പൻ റഹീമിന്റെ കൂടെയായിരുന്നു ഏറെക്കാലം. മലപ്പുറത്ത് പഴയ നിരവധി വാഹനമോഷണ കേസുകളിൽ പ്രതിയായിരുന്നു. പിന്നീട് ഇയാളുമായി പിരിഞ്ഞ് മുജീബ് തനിയെ വാഹനമോഷണം തുടങ്ങി. ഇത്രയധികം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചുരുക്കം കേസുകളിൽ മാത്രമാണ് മുജീബ് ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. മുത്തേരി കേസിൽ അറസ്റ്റിലായ മുജീബ് വെസ്റ്റ് ഹിൽ കോവിഡ് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്ന് രക്ഷപ്പെട്ടുപോയി. പിന്നീട് കൂത്തുപറമ്പിൽ പിടിയിലാവുകയായിരുന്നു. ഈ കേസിൽ 1.5 വർഷം കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണ് അനുവിന്റെ കൊല നടത്തിയിരിക്കുന്നത്.